കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നമ്മളിന്ന് നാരായണീയം പാരായണത്തിൻ്റെ മൂന്നാമത്തെ സെഷനാണിത്. നമ്മൾ ദശകം 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമുക്ക് ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. गजाननं भूतगणातिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सान्द्रानन्दावबोधात्मकम् अनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनः उरुपुरुषार्थात्मकं ब्रह्मतत्त्वम् तत्तावत् भाति साक्षात् गुरुपवनपुरे हन्त भाग्यं जनानाम्। नम्राणां सन्निधत्से सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च। इत्थं निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं शक्रवाटीद्रुममभिलषति व्यर्थमर्थिव्रजोऽयम्। सूर्यस्पर्धिकिरीटमूर्ध्वतिलकप्रोद्भासि भालान्तरम् कारुण्याकुलनेत्रमाद्रहसितोल्लासं सुनासापुटम् गण्डोद्यन्मकराभकुण्डलयुगं कण्ठोज्ज्वलत्कौस्तुभम् त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे। केयूराङ्गदकङ्कणोत्तम महारत्नाङ्गुलीयाङ्गित श्रीमद्बाहुचतुष्कसङ्गतगदा शङ्खारिपङ्गेरुहाम् काञ्चित् काञ्चन काञ्चिलाञ्चितलसत् पीताम्बरालम्बिनीम् आलम्बे विमलाम्बुजद्युतिपदां मूर्तिं तवार्तिच्छिदम् पठन्तो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्तो रूपं ते वरद कथयन्तो गुणकथाः चरन्तो ये भक्तास्त्वयि खलु रमन्ते परममून् अहं धन्यान्मन्ये समधिगत सर्वाभिलषितान् विधूय क्लेशान् मे
कुरुचरणयुग्मं धृतरसं भवत्क्षेत्रप्राप्तौ करमपि च ते पूजनविधौ भवन्मूर्त्यालोके नयनम् अध ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द എല്ലാവരും പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ദശകം 2 ആരംഭിക്കാം. ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. ഈ ദശകം വളരെ മനോഹരമായിട്ടൊരു ദശകമാണ്. നമ്മുടെ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം കൊണ്ടാണ് ഈ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ തുടങ്ങുന്നത്. ആദ്യത്തെ 2 ശ്ലോകത്തിലായിട്ട് ഭഗവാന്റെ സ്വരൂപ വർണ്ണനമാണ്. ഞാൻ എല്ലാ ശ്ലോകത്തിൻ്റെയും ഒരു ചെറിയൊരു സമ്മറി പോലെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലാൻ പഠിക്കാം. അപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, കുളിർമയുള്ള പുഞ്ചിരി, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ചു തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ, കണ്ഠത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം, വനമാല, മുത്തുമാലകൾ, ശ്രീവത്സം എന്നിവയാൽ പ്രകാശിക്കുന്ന ഭഗവത് രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. ഇതാണ് ഭട്ടതിരി ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കത് ചൊല്ലാൻ പഠിക്കാം. ഈ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ നമ്മൾ ധ്യാന ശ്ലോകത്തിൽ ഉള്ളതാണ്. ഈ കേശാദിപാദ വർണ്ണനം നമ്മൾ ധ്യാന ശ്ലോകത്തിലും ചൊല്ലുന്നതാണ്. ആദ്യത്തേത് सूर्यस्पर्धि किरीटमूर्ध्वतिलक प्रोद्भासि भालान्तरम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुटम् गण्डोद्यन्मकराभकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम् त्वद्रूपं वनमाल्यहारपटल ശ്രീവത്സദീപ്രം ഭജേ. ആ ശ്ലോകത്തിന്റെ പദം പിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൂര്യസ്പർധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിത ഉല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകര ആഭ കുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വത് രൂപം വനമാല്യ ഹാരപടല ശ്രീവത്സ ദീപ്രം ഭജെ. ഒരിക്കൽ കൂടെ നോക്കാം. സൂര്യസ്പർധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിത ഉല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകര ആഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വത് രൂപം വനമാല്യ ഹാരപടല ശ്രീവത്സ ദീപ്രം ഭജെ. നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം. ആദ്യത്തെ വരി സൂര്യസ്പർധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം സൂര്യസ്പർധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം സൂര്യസ്പർധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. രണ്ടാമത്തെ വരി കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം
सुनासापुटम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुटम्. മൂന്നാമത്തെ വരി. गण्डोद्यन्मकराभकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम् गण्डोद्यन्मकराभकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम् गण्डोद्यन्मकराभकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम्. लास्ट लाइन. त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे. त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे. त्वद्रूपं वनमाल्यहारपटल ശ്രീവത്സദീപ്രം ഭജേ. ശ്രീവത്സ എന്ന് പറയാൻ ശ്രദ്ധിക്കണം. നമ്മൾ സാൻസ്ക്രിറ്റിൽ എനിക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. വത്സ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ശ്രീവത്സ എന്ന് പറയാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ശ്രീവത്സയാണ്. വത്സ എന്ന് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് ചൊല്ലാം. ഇതും ധ്യാന ശ്ലോകങ്ങളിൽ ഒന്നാണ്. ഈ ശ്ലോകത്തിൽ ഭട്ടതിരി ഭഗവാന്റെ സ്വരൂപവർണ്ണനം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് കേയൂരങ്ങൾ, അങ്കദങ്ങൾ, വളകൾ, വിലയേറിയ വലിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ ഇവയെല്ലാം കൊണ്ട് അലങ്കരിച്ച ഭഗവാന്റെ 4 തൃക്കൈകളിൽ എടുത്തിരിക്കുന്ന ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ്, അതുപോലെ തന്നെ പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കരിച്ച മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതുമായ നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയതുമായ ഭഗവാന്റെ രൂപം ഭക്തരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നതും ഏറ്റവും മഹിമയേറിയതുമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഭട്ടതിരി പറയുന്നത്. നമുക്ക് ചൊല്ലാൻ പഠിക്കാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. പദം പിരിച്ചു നോക്കാം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്ന അങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. ഒരു വട്ടം കൂടെ നോക്കാം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്ന അങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. ഓരോ ലൈനായിട്ട് നോക്കാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത
केयूराङ्गद कङ्कणोत्तम महारत्नाङ्गुलीयाङ्कित श्रीमद्बाहु चतुष्कसङ्गतगदा शङ्खारिपङ्गेरुहाम् श्रीमद्बाहु चतुष्कसङ्गतगदा शङ्खारिपङ्गेरुहाम् श्रीमद्बाहु चतुष्कसङ्गतगदा शङ्खारिपङ्गेरुहाम्. Okay. അടുത്ത ലൈൻ. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീ. ലാസ്റ്റ് ലൈന്. ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഈ മൂന്നാമത്തെ ശ്ലോകത്തില് ഭട്ടതിരി ഭഗവാന്റെ സ്വരൂപത്തിന്റെ മാഹാത്മ്യം വിവരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 3 ലോകങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായതിനേക്കാളും ഉത്കൃഷ്ടവും മോഹനമായതിനേക്കാളും സമ്മോഹനവും മനോഹരമായതിനേക്കാളും അതിമനോഹരവും മാധുര്യമുള്ളതിനേക്കാളും അതിമധുരവും ഏറ്റവും സുന്ദരമായതിനേക്കാൾ അതിസുന്ദരവും അത്ഭുതകരമായതിനേക്കാൾ അത്ഭുതകരവുമായിരിക്കുന്ന ഭഗവത് രൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകം വളർത്താതിരിക്കുക എന്നാണ് ഭട്ടതിരി ചോദിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപം എല്ലാവർക്കും കൗതുകം വളർത്തുന്ന ഒന്നാണ് എന്നാണ് ഭട്ടതിരി പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. പദം പിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യത് ത്രൈലോക്യ മഹീയസഃ അപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതഃ അപി മധുരം മാധുര്യദുര്യാദ് അപി സൗന്ദര്യ ഉത്തരതഃ അപി സുന്ദരതരം ത്വത് രൂപം ആശ്ചര്യതഃ അപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഒരു വട്ടം കൂടെ നോക്കാം. യത് ത്രൈലോക്യ മഹീയസഃ അപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതഃ അപി മധുരം മാധുര്യധുര്യാദ് അപി സൗന്ദര്യ ഉത്തരതഃ അപി സുന്ദരതരം ത്വത് രൂപം ആശ്ചര്യതഃ അപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഓരോ ലൈനായിട്ട് നോക്കാം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത്
यत्त्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोहनात् यत्त्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोहनात् कान्दं कान्दिनिधानतोऽपि मधुरं माधुर्यदुर्यादपि कान्दं कान्दिनिधानतोऽपि मधुरं माधुर्यदुर्यादपि कान्तं कान्तिनिधानतोऽपि मधुरं माधुर्यदुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि आश्चर्यं भुवनेन कस्य कुतुकम् पुष्णाति विष्णो विभो आश्चर्यं भुवनेन कस्य कुतुकम् पुष्णाति विष्णो विभो आश्चर्यं भुवनेन कस्य कुतुकम् പുഷ്ണാതി വിഷ്ണോ വിഭോ. നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ലക്ഷ്മി ദേവിയുടെ ഒരു വൃത്താന്തമാണ് പറയുന്നത്. ആനന്ദമയമായ സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ ഭർത്താവായി കിട്ടിയിട്ട് ലക്ഷ്മി ദേവി സഭക്തന്മാരുടെ അടുത്ത് പോലും അധികം താമസിക്കാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് ചപല എന്നൊരു അപവാദം, ചപലയാണ് ലക്ഷ്മി ദേവി എന്നൊരു അപവാദം ഉയർന്നു വരുന്നതായിട്ടാണ് ഭട്ടതിരി പറയുന്നത്. വായിക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ त्वद्रूपमानोज्ञक प्रेमस्थैर्यमयादचापलबलात् चापल्यवार्तोदभूत्. പദം പിരിച്ചു നോക്കാം. തത് താദൃക് മധുര ആത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമ ഉത്സുക ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേന അസ്യാ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യ വാർത്ത ഉദഭൂത്. ഒരു വട്ടം കൂടി. തത് താദൃക് മധുര ആത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമ ഉത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേന അസ്യാ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യ വാർത്ത ഉദഭൂത്. ഒരു വരിയായിട്ട് നോക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം
नास्ते स्वभक्तेष्वपि सा देवी परमोत्सुका चिरतरं नास्ते स्वभक्तेष्वपि सा देवी परमोत्सुका चिरतरं नास्ते स्वभक्तेष्वपि तेनास्याबदकष्टमच्युत विभो त्वद्रूपमानो ज्ञक तेनास्याबदकष्टमच्युत विभो त्वद्रूपमानो ज्ञक तेनास्याबदकष्टमच्युत विभो त्वद्रूपमानोज्ञक प्रेमस्थैर्यमयादचाबलबलात् चापल्यवार्तोदभूत् प्रेमस्थैर्यमयादचाबलबलात् चापल्यवार्तोदभूत् प्रेमस्थैर्यमयादजाबलबलात् ചാപല്യവാർത്തോദഭൂത്. അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ശ്ലോകത്തിലും ലക്ഷ്മി ദേവിയുടെ കാര്യമാണ് പറയുന്നത്. ഭഗവാന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് ലക്ഷ്മി ദേവി മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത് എന്നതിന് മറ്റൊരു പ്രമാണം കൂടി ഭട്ടതിരി ഇതിനകത്ത് പറയുകയാണ്. ഏതാളുകൾ ഭഗവാന്റെ ധ്യാനത്തിലും ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലും മുഴുകിയിരിക്കുന്നുവോ അവരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി തന്നെ വസിക്കുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് കൂടുതലായി ധ്യാനിക്കുന്നതും ഭഗവാന്റെ പാട്ടുകളും ഗുണങ്ങളെ പുകഴ്ത്തുന്നതുമായിട്ടുള്ള ഭക്തന്മാരുടെ കൂടെ ലക്ഷ്മി ദേവി ഉണ്ടാവുമെന്നാണ് ഭട്ടതിരി പറയുന്നത്. ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്തിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദര. പദം പിരിച്ചു നോക്കാം. ലക്ഷ്മീ ഹി താവക രാമണീയക ഹൃദാ ഏവ ഇയം പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ അന്യത് അപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വത് ധ്യാന ഗുണ അനുകീർത്തന രസ ആസക്താ ഹി ഭക്താ ജനാഃ തേഷു ഏഷാ വസതി സ്ഥിരാ ഏവ ദയിത പ്രസ്താവ ദത്ത ആദര. ഒരു വട്ടം കൂടി. ലക്ഷ്മീ ഹി താവക രാമണീയക ഹൃദാ ഏവ ഇയം പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ അന്യത് അപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വത് ധ്യാന ഗുണ അനുകീർത്തന രസ ആസക്താ ഹി ഭക്താ ജനാഃ തേഷു ഏഷാ വസതി സ്ഥിരാ ഏവ ദയിത പ്രസ്താവ ദത്ത ആദര. ഓരോ ലൈനായിട്ട് നോക്കാം. ലക്ഷ്മീസ്താവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്തിരേതി ലക്ഷ്മീസ്താവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്തിരേതി ലക്ഷ്മീസ്താവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്തിരേതി. ഓക്കെ. അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ
अस्मिन्नन्यतभिप्रमाणमधुना वक्ष्यामि लक्ष्मीपते। ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः, ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः, ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः, तेष्वेषा वसति स्थिरैव दयिता प्रस्तावदत्तादरा। तेष्वेषा वसति स्थिरैव दयिता प्रस्तावदत्तादरा। तेष्वेषा वसति स्थिरैव दयिता प्रस्तावदत्तादरा। श्रीहरे नमः। गोपिका जीवनस्मरणं गोविन्द गोविन्द। नारायणाखिलगुरो भगवन् नमस्ते। नारायणाखिलगुरो भगवन् नमस्ते। नारायणाखिलगुरो भगवन् नमस्ते।